ഡാൻസൊക്കെ കളിക്കട്ടാ. കളിച്ചേ പാട്ട് വയ്ക്കണ പാലാപ്പള്ളി വയ്ക്കണ പാലാപ്പള്ളി വയ്ക്കണ. കുതിര 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 കുതിരപ്പുറത്ത് വന്നിട്ട് കളിക്കാണോ? കുതിരപ്പുറത്ത് നമുക്ക് ഇരിക്കാട്ടാ. വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് കുതിരപ്പുറത്തൊരു പോക്ക് പോവാം. മറ്റേ സുവാക്കി സുന്നില്ല സുവർണലാല സുവർണലാല റവലാല ഹേ റവലാല അസു അസു അസു. അയ്യോ അങ്ങനെ പോയാൽ മതിയാ, അങ്ങനെ പോയാൽ മതിയാ. അച്ഛനെ നമുക്ക് കഴുതപ്പുറത്ത് കയറ്റാന്ന്. അച്ഛൻ അവിടെ കിടക്കുന്നുണ്ടേ. അപ്പൊ അച്ഛനെ നമുക്ക് കഴുതപ്പുറത്ത് കയറ്റാന്ന്. സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ല സ്വാഗതം സ്വാഗതം. എന്നെ നോക്ക് ഞാനേ വൈകിട്ട് ആകെ വയർത്തിരിക്കട്ടാ. ഞാൻ വയർത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കണ്ണൻ ഒരു നോട്ടാണ് എന്നെ ഇങ്ങനെ ആകെ എന്തൊരു വൃത്തികെട്ട സാധനത്തിനെ കാണുന്നതല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കാന്ന് കരുതി. എപ്പോഴെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാ മതിയല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ വൈകിട്ടത്തെ പണികളൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നുള്ളൂ കേട്ടാ. ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് കാണിച്ചു തരാനാണ് ഞങ്ങൾ വന്നത്. വേണ്ട, എന്ത് കാണിച്ചു തരാനാണ് ഞങ്ങൾ വന്നത്? ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് കാണിച്ചു തരാനാണ് ഞങ്ങൾ വന്നത്. അത് പറയമ്മ, അമ്മ വലിയ വർത്താനങ്ങൾ പറഞ്ഞിരിക്കേണ്ട, അത് പറയമ്മേന്നാണ് ഇവിടെ പറയുന്നത്. ആണോ? അത് ഞാൻ പറയുന്നില്ല, അവർക്ക് കാണിച്ചും കൊടുക്കണില്ല, ഒരാൾക്കും കാണിച്ചു കൊടുക്കണില്ല. എന്തൊരു ചെയ്യാ നീ ഇപ്പോ? നീ കാണിച്ചു കൊടുക്ക്, കണ്ണാപ്പി കാണിച്ചു കൊടുക്ക്, കണ്ണാപ്പി കാണിച്ചു കൊടുക്ക്. നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അവരോട് പറയേ അവിടെ അങ്ങനെ ഒരു ചാനം കേൾക്കുന്നുണ്ട്, ആ ചാനം കാണിച്ചു തരാനാണ് ഞങ്ങൾ വന്നത്. എങ്ങനെ പറയാ? കുതിര വണ്ടിയുണ്ട്, അച്ഛനും ഉണ്ട്, അപ്പുറത്ത് പിള്ളേര് കളിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ടുള്ളേ പിന്നെന്താ? എന്ത് കാണിച്ചു കൊടുക്കാനാ വന്നേ? എന്ത് കാണിച്ചു കൊടുക്കാനാ വന്നേ? പിള്ളേര് കളിക്കുന്നതാ? അതാണോ കാണിച്ചു കൊടുക്കാൻ വന്നത്? അതാണോ കാണിച്ചു കൊടുക്കാൻ? എന്നിട്ട് കാണിച്ചു കൊടുക്കാൻ വന്നേണേ? പറയടോ. കുതിരാനൊന്നല്ല, നമ്മ പാട്ടൊക്കെ പാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കുതിരപ്പുറത്തിരുന്നിട്ട് ഒരു പാട്ട്. എന്നിട്ട് കാണിച്ചു കൊടുക്കാനാ വന്നേ? അവിടെ പിള്ളേരുകൾ കളിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഒക്കെ പോയി കയ്യിൽ നിന്ന് പോയി കണ്ടിട്ടുണ്ട്. അതെ, അവരിങ്ങനെ ലഹള ഉണ്ടാക്കുന്നത് കാരണം വാതിലൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അവർ പുറത്തുനിന്ന് കളിക്കുകയാണേ. അപ്പോൾ ഇവൻ കരുതി അവരെ പറ്റിച്ച് ഒളിച്ച് കളിക്കുകയാണെന്നോ അങ്ങനെ എന്തോ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ജനലെ കൂടെ നോക്കുന്നുണ്ട്, ഈ ആൻറ്റി അവിടെ എന്താ എടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടല്ലേ. ശരിക്കും നമ്മളെന്തിനാ വന്നേ? അതിനാണ് വന്നത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാട്ടാ, അല്ലേ? അപ്പോൾ കുറേ ദിവസങ്ങളായല്ലേ വിഷുവിൽ. മുൻപ് തൊട്ട് ഞാൻ പറയുന്നത് നമ്മളൊരു നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡർ കിട്ടിയ കാര്യം, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അത് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം തീർത്തു ഞാൻ. പക്ഷേ അവർ കൊണ്ടുപോയിട്ടില്ല, അത് വരാനായിട്ട് അവർക്ക് സൗകര്യം ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് സാധനം ഇപ്പോഴും കയ്യിലുണ്ട്. അല്ലെങ്കിൽ അവർ വേഗം കൊണ്ടുവരുന്നെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോകാത്തത് കാരണം ഞാൻ വേഗം ഈ ഒരു വീഡിയോ എടുത്ത് വയ്ക്കാന്ന് കരുതി. ഇപ്പം ഏത് നിമിഷം അവർ വന്നത് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുത്ത് വയ്ക്കാന്ന് കരുതി. അപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 അടിയോളമൊക്കെ വരും കേട്ടോ, വലുപ്പം വരുന്നുണ്ട് അല്ലേ? എന്ത് കാണിച്ചു കൊടുക്കാം? അപ്പം നമുക്ക് നെറ്റിപ്പട്ടം കാണിച്ചു കൊടുക്കാം. കുതിരപ്പുറത്ത് ഇരിക്കണം. അപ്പം 2 പരിപാടികളുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം നെറ്റിപ്പട്ടത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ കേട്ടോ. അപ്പം അതെ, ഇതാണ് നമ്മൾ ഇത്ര ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നെറ്റിപ്പട്ടം. ഏകദേശം ഒരു ഞാൻ എൻ്റെ 5'1" തോന്നുന്നു ഉയരം. അപ്പോൾ ഈ കുഞ്ചെല്ലാം വന്നിരിക്കുന്നത് എൻ്റെ ഇത് കുറച്ച് നമ്മുടെ കാൽപ്പത്തിനേലും കുറച്ച് മുകളിലായിട്ടാണ്. പക്ഷെ എന്നേക്കാളും ഉയരത്തിലുണ്ട്. കുറച്ച് മാത്രമേ അടിയിൽ എൻ്റെ കാലിൻ്റെ അടി അല്ലാണ്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 അടിയോളം ഉണ്ട്. ഞാൻ 5'1", 5'2" എൻ്റെ ഹൈറ്റ്. അപ്പോൾ 5 അടിയോളം ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് 4 അടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോർഷനും കുഞ്ചലും എല്ലാം കൂടെ വന്നപ്പോൾ ഏകദേശം ഒരു 5 അടിയോളമൊക്കെ ഉണ്ട്.
ഇതാണ് നമ്മളുടെ സംഭവം. ഞാൻ ഇത്രയും വലിയത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു 3-3.5 വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്രയും വലുത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണിയുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ടച്ച് മുഴുവൻ വിട്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ടുണ്ട്. കല്യാണിയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ വർഷങ്ങൾ 3-4 വർഷം എന്തായാലും 3-3.5 വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് വിട്ടതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. 1 മുതൽ നമ്മൾ അതൊക്കെ എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു. പിന്നെ എന്താ പറയുക, ഉണ്ടാക്കി വന്നപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായി അല്ലേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് കാണിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ മയിൽപ്പീലിയാണ് കേട്ടോ. മയിൽപ്പീലി വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നെ ധൈര്യത്തോടെ ഇതെനിക്ക് ഓർഡറായിട്ട് തന്ന ആ ചേച്ചിയോടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഭംഗിയാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമുക്ക് ഈ ഓർഡർ തന്ന ആ ചേച്ചിയുടെ അടുത്താണ് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ ആയി എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ സംഭവം. അപ്പോൾ ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, ഇനിയും ഇതുപോലെയുള്ള എന്താ പറയുക ഓർഡറുകൾ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വെറുതെ ഇരിക്കുന്ന പറഞ്ഞാൽ ഫുൾ ടൈം വെറുതെ ഇരിക്കുന്നല്ല, എന്നാലും നമുക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താന്ന് പറയുന്നത് എനിക്ക് വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനും കൂടെ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഞാൻ എന്നും ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എൻ്റെ കഴിവുകളൊക്കെ കാണിച്ച് അതിൽ നിന്ന് വരുമാനം നേടാന്നുള്ള അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നുള്ളതിലേക്ക് നമ്മൾ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് നിർത്തി വെച്ചേക്കുന്ന പരിപാടിയായിരുന്നു. കേക്കിൻ്റെ സെയിലാണെങ്കിലും നെറ്റിപ്പട്ടത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഞാൻ നിർത്തി വെച്ചിരിക്കുന്ന സംഭവമായിരുന്നു. കേക്ക് എന്നൊക്കെ പറയുന്നത് നല്ല പണിയാണ്, ചെയ്യുന്നവർക്ക് അറിയാം. മക്കളേക്ക് ഇട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളേക്കൊന്നും കയറാൻ പറ്റില്ല, ആ ഒരു അവസ്ഥ. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഓർഡർ കിട്ടിയില്ലെങ്കിൽ സാധനങ്ങൾ വേസ്റ്റായി പോകുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ കേക്കിൻ്റെ കാര്യം ഞാൻ നിർത്തി വെച്ചതായിരുന്നു. അതുപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യം ഞാൻ നിർത്തി വെച്ചതായിരുന്നു. നെറ്റിപ്പട്ടം എനിക്കിങ്ങനെ കിട്ടുമ്പോഴേ 5-6 ഓർഡറൊക്കെ ഒരുമിച്ചൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ലോഡായിട്ടൊക്കെ തോന്നിയായിരുന്നു. പിന്നെ ഈ കുഞ്ഞു ബോൾസൊക്കെ അങ്ങനെ വെച്ച് ഒട്ടിച്ച് ഒക്കെ ആക്കിയെടുക്കാന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. കുറച്ച് നേരം നമ്മളിതിൽ മൈൻഡ് എവിടേക്കെങ്കിലും പോയിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാ ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ പോകും. അപ്പോൾ നമ്മുടെ മനസ്സും ഇവിടെ തന്നെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ നമ്മളുടെ ഈ നെറ്റിപ്പട്ടം കംപ്ലീറ്റ് ആയി. ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡർ ഞാൻ എടുക്കാനായിട്ട് മെയിൻ കാര്യം എന്ന് പറയുന്നത്, ആളുകളോട് നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തത് കാണിച്ചു കൊടുക്കണമല്ലോ. ഞാൻ ചെയ്തതെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വർഷങ്ങളായത് കാരണം എൻ്റെ കയ്യിൽ ഫോട്ടോസ് തന്നെ വളരെ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ ഞാൻ ചെയ്ത നെറ്റിപ്പട്ടങ്ങളുടെയൊക്കെ. അപ്പോൾ ഈ ഒരു ഓർഡർ കണ്ടിട്ട് എല്ലാവരും തന്നെ ഓർഡറൊക്കെ തായോ, ഞാൻ പരമാവധി ഞാൻ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തൊക്കെ തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സംഭവം എന്ന് പറയുന്നത് കേട്ടോ. കണ്ട ബാക്കി കാര്യങ്ങൾ പറഞ്ഞെടുത്താൽ അത് ആരുണ്ടാക്കിയേ നെറ്റിപ്പട്ടം? ആരുണ്ടാക്കിയത് നെറ്റിപ്പട്ടം? ആരുണ്ടാക്കിയത് നെറ്റിപ്പട്ടം? ഉണ്ടാക്കിയ ആളറിയില്ലേ? അന്വേഷിക്കണ? ഉണ്ടാക്കിയ ആളെ അന്വേഷിക്കണ? ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. അതാണ് നെറ്റിപ്പട്ടം. ആരുണ്ടാക്കി? ഹലോ, ആരുണ്ടാക്കി? ഇത് ആരുണ്ടാക്കി? അറിയില്ലേ? കണ്ടെന്ന് അറിയില്ല, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ആരുണ്ടാക്കിയ പൊന്നെ? എന്തുട്ട് ചെക്കൻ പോയിന്? ചെക്കൻ കണ്ടിട്ട് പോയിന് ഇഷ്ടയ? ഒരു ആന എവിടെയാ? ആനയുടെ ഉടുപ്പ് എവിടെയാ? ആനയുടെ ഉടുപ്പ് കണ്ട ചേട്ടനെ നോക്കി ചിരിക്കേട്ടാ. ആനയുടെ ഉടുപ്പ് എവിടെയാ? ആനയുടെ ഉടുപ്പുണ്ട് ഇവിടെ. പണ്ട് ആനയുടെ ഉടുപ്പ് കൂരി കൊണ്ടെന്നാ ആനപ്പൊ ഒന്നുമില്ലാണ്ട് നിൽക്കണ്ടാവും അവിടെ. അയ്യോ, ചച്ചറിട്ട് നിൽക്കണ്ടാവാന. അയ്യോ, ആനയുടെ ഉടുപ്പ് കൂരിട്ട് തന്നിട്ട് ആന ചച്ചറിട്ട് നിൽക്കുന്നുണ്ടാവോ? ഇതെന്ത് തെക്കനത്? നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ. ഇഷ്ടായ? കണ്ട മാമിക്ക് ഇഷ്ടായ? ഓ, കണ്ട ഭയങ്കര സന്തോഷത്തിലാട്ടോ അത് കണ്ടിട്ട്. ആനയുടെ ഉടുപ്പല്ലേ? ആനയുടെ ഉടുപ്പാണ് അത്. അപ്പേ നീട്ടി വലിച്ചു കൊണ്ടുപോകില്ല. അവന് സന്തോഷമുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ
ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയാനായിട്ട്. എല്ലാവർക്കും നെറ്റിപ്പട്ടം ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെയല്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒന്നുമല്ല. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഓർഡർ തരാം. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു തരാം. പിന്നെ ഞാൻ എന്താ പറയുക, വേറെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കഥകളിയുടെയൊക്കെ നല്ലൊരു ഷോ പീസായിട്ട് നമുക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ വെക്കാവുന്നൊരു സംഭവമാണ് കേട്ടോ. ഞാനത് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെന്തായാലും അടിപൊളിയായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം. പിന്നെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് അല്ലേ. എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നേ കണ്ണാ, എന്താ പറയുന്നേ? അത് എന്ത് അതെന്തിട്ടാ? ഒന്ന് പറഞ്ഞേ ഒഞ്ചിട്ടാ അമ്മ വയർക്കുന്നു. പണിയെടുത്താ വയർക്കും. പിന്നെന്താ കാര്യം? വർത്താനം ചോദിക്കും. നെറ്റിപ്പട്ടത്തിനോട് വർത്താനം പറയുന്ന ഒരേ ഒരാൾ, നമ്മുടെ ആടുജീവിത സിനിമ കാണാൻ പോയിട്ടേ ചിരിച്ചും കൊണ്ട് ഇറങ്ങി വന്ന ഒരേ ഒരാളാണ് നമ്മുടെ കണ്ണൻകുട്ടി. അതിൽ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ വീഴലും ഓടലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടേ ചിരി വന്നിറങ്ങി വന്ന ഒരാളാണ്. ആദ്യമായിട്ട് ആടുജീവിതം കാണാൻ വേണ്ടി ചിരിച്ചും കൊണ്ട് ഇറങ്ങി വന്ന മഹാൻ. നെറ്റിപ്പട്ട എവിടെ? അയ്യോ, ആനകുത്തി കണ്ണല ആനകുത്തി. അയ്യോ, ആനടിച്ചു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ.